സ്പ്രിന്റ് പറഞ്ഞു, സ്പ്രിന്റിനകത്ത് ഡെയിലി സ്ക്രം കോൾസ് പറഞ്ഞു. ഈ സ്ക്രം കോൾസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ടാസ്ക് അസൈൻ ചെയ്യുന്നു പറഞ്ഞു. ഈ ടാസ്ക് നമ്മൾ എൻറ്റർ ചെയ്ത് വെക്കുന്നത് ഏതെങ്കിലും ടാസ്ക് മാനേജ്മെന്റ് ടൂൾസിലായിരിക്കും. ജിറ, ട്വിലിയോ, ബോഡിയോ പോലുള്ള ഒത്തിരി ടിക്കറ്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒത്തിരി കമ്പനീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജിറ. നിങ്ങൾക്ക് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇതാണ് അതിന്റെ ലോഗോ. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ തന്നെ പേജിൽ കാണാൻ പറ്റും ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. ഇവിടെ ജിറ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ടിക്കറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇന്റേണൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഓഫീസിന്റെ വർക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു MNCയിൽ ഡെയിലി ടിക്കറ്റ്സ് വെച്ചിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു സ്റ്റാറ്റസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ ദിവസവും ടിക്കറ്റ്സിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ ടാസ്ക് ഒക്കെ ഞങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അജൈൽ മെത്തഡോളജി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തും നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിരിക്കും. ഇതിന്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഈ അജൈൽ മെത്തഡോളജി ഫോളോ ചെയ്ത് നിങ്ങൾ നാളെ ഒരു കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് എത്തുമ്പോൾ ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി ഇവിടെ നിങ്ങൾ ചെയ്ത് ശീലിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിംവർക്കിന്റെ ഒരു സൈഡാണ്. മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് എങ്ങനെ അപ്സ്കില്ല് ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാനൊരു സ്പ്രിന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെ കുറെ സ്പ്രിന്റ്സ് ചേരുമ്പോഴാണ് ഇവിടുത്തെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആകുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു IT കമ്പനിയിലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സ്പ്രിന്റ്സ് ഉണ്ടാവും. സ്പ്രിന്റ് 1, സ്പ്രിന്റ് 2, സ്പ്രിന്റ് 3 അങ്ങനെ ഒത്തിരി സ്പ്രിന്റ്സ് ചേരുമ്പോഴായിരിക്കും ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിയുന്നത്.